രണ്ടാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്തിട്ടും ലൈക്ക് ചെയ്തിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ കാണുമ്പോഴാണ് വീഡിയോ ചെയ്യാനുള്ളൊരു താല്പര്യമൊക്കെ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇന്നത്തെ ഐറ്റം എന്ന് പറയുന്നത് ഞാനിവിടെ സ്വന്തമായിട്ട് തന്നെ വികസിപ്പിച്ചിട്ടുള്ളൊരു ഗപ്പിയാണ്. ഇത് നമ്മുടെ സിൽവറാഡോ സിസർ ടൈൽ എന്ന് പറയുന്ന ഐറ്റത്തിൻ്റെ റിബണാണ്. ഇതിൻ്റെ റിബൺ വെറൈറ്റി വേറെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് കേരളത്തിൽ ആരുടെയും കയ്യിലില്ല, അത് 100% ഉറപ്പാണ്. വിദേശത്ത് ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒരുപാട് ബ്രീഡേഴ്സിൻ്റെ ഇൻസ്റ്റാ പേജൊക്കെ എടുത്ത് നോക്കി, അതിനകത്തൊന്നും ഈ ഒരു ഐറ്റത്തെ കാണുന്നില്ല. സിൽവറാഡോ സിസർ ടൈലിൻ്റെ റിബൺ കാണുന്നില്ല. ഇത് ഞാൻ ആ ഒരു ലോക്ക്ഡൗൺ സമയത്ത് ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ, നമ്മുടെ ഒരു പരിപാടി ഇതാണ്. നമ്മൾ ഫുൾ ടൈം ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആളാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ ഒരു 4-5 വെറൈറ്റി ഇങ്ങനെ ഞാൻ തപ്പി പിടിച്ച് പരസ്പരം ഇങ്ങനെ ക്രോസ് ചെയ്ത് പുതിയ വെറൈറ്റി ആക്കി മാറ്റാം എന്നുള്ള രീതിയിൽ പലതും നമ്മൾ ചെയ്തെങ്കിലും അതെല്ലാം പരാജയപ്പെട്ടു. അതിൽ ഈ ഒരു ഐറ്റം മാത്രമാണ് നമുക്ക് വിജയിച്ച് കിട്ടിയത് കേട്ടോ. ഇത് കറക്റ്റായിട്ട് റിബണായിട്ട് വരികയും ചെയ്തു, അതുപോലെ തന്നെ സിസർ ടൈൽ കിട്ടുകയും ചെയ്തു. ഏകദേശം ഒരു 35-40% ആദ്യം കിട്ടിയത്. ഇപ്പോൾ ഒരു 5 തലമുറ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 80% നമുക്ക് സ്റ്റേബിളായിട്ട് കിട്ടിയിട്ടുണ്ട്. ബാക്കി വരുന്ന 20% സിസർ ടൈൽ അല്ലാതെയാണ് വരുന്നത്. സാധാരണ നോർമൽ സിൽവറാഡോ ആയിട്ടാണ് വരുന്നത്. എന്നാലും സമാധാനമാണ്, കാരണം പുതിയ ബ്രീഡുകളൊക്കെ പുറത്തു നിന്ന് ഇറങ്ങുമ്പോൾ തായ്ലൻഡിൽ നിന്നോ വിയറ്റ്നാമിൽ നിന്നോ സിംഗപ്പൂരിൽ നിന്നോ അല്ലെങ്കിൽ മലേഷ്യയിൽ നിന്നൊക്കെ നമ്മൾ ഇറക്കുമ്പോൾ അതിൽ നിന്ന് ഒരു 100 കുഞ്ഞുങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ 30 കുഞ്ഞുങ്ങൾ അതുപോലെ ആയിരിക്കും, പാരൻസിനെ പോലെ ആയിരിക്കും. ബാക്കി 30 കുഞ്ഞുങ്ങൾ ബ്ലാക്ക് ആയിരിക്കും, ചിലപ്പോൾ റെഡ് ആയിരിക്കും, പിന്നെ യെല്ലോ ആയിരിക്കും. ഇങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്. പുതിയ ഐറ്റത്തിൻ്റെ തന്നെ അവസ്ഥ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ അതിന് അത്രയും ബുദ്ധിമുട്ടുണ്ടാവും. നല്ല റിസ്ക്കുള്ള പരിപാടിയാണ്. നമ്മൾ സിമ്പിളായിട്ട് കാണാൻ പറ്റിയ ഒരു പരിപാടിയേ അല്ല പുതിയൊരു ഗപ്പിയെ വികസിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത്. ഇപ്പം എൻ്റെ കയ്യിൽ ഒരുപാടുണ്ട്, ഏകദേശം ഒരു 100ഓളം ജോഡിയുണ്ട് ഈ ഒരു സാധനം മാത്രം. ഇതൊരു 2 വർഷത്തിന് മുകളിലായിട്ട് ഞാനിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് പിന്നെ മാറ്റി കൊണ്ടുവരികയാണ്. റിബൺ ഉള്ളതിനെ വേറെ ഇടണം, റിബൺ ഇല്ലാത്തതിനെ വേറെ ഇടണം, അതുപോലെ മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ചെയ്യണം, ഓരോ ബാച്ച് പേര് എഴുതി വെക്കണം. അങ്ങനെ ഏകദേശം ഒരു 20ഓളം ബാരലിനകത്തും അതുപോലെ തന്നെ ഒരു 10-12 ഫ്രിഡ്ജ് ബോക്സിനകത്തും ഈ ഒരു ഐറ്റം മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടാണ് ഇവരെയൊക്കെ നമ്മൾ പിന്നെ പുതുതാക്കി കൊണ്ടുവരിക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു പുതിയൊരു ഐറ്റം സ്റ്റേബിൾ ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്രയും ബുദ്ധിമുട്ടാണ്. നമ്മൾ പറയുമ്പോൾ സിമ്പിളാണ്, പക്ഷേ അത് ചെയ്യുമ്പോഴേ അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇന്നത്തെ നമ്മുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് 2 പാരൻസിൻ്റെ കുഞ്ഞുങ്ങളെ എടുത്തിട്ട് നമുക്ക് മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ചെയ്ത് പുതിയൊരു ബ്രൂഡ് നമുക്ക് കീപ്പ് ചെയ്യാൻ വേണം. അതുപോലെ തന്നെ ഇവരുടെ വളരെ ചെറിയ കുഞ്ഞുങ്ങളുണ്ട്, ഏകദേശം ഒരു 10 ദിവസം 15 ദിവസമൊക്കെ ആയ കുറച്ച് കുഞ്ഞുങ്ങളുണ്ട്. അവരെ നമുക്ക് പുതിയൊരു ടാങ്കിലേക്ക് മാറ്റാൻ വേണം. അപ്പോൾ ആ ടാങ്കിനകത്ത് ഒരുപാട് ക്രാഫിഷ് ഉണ്ട്. ആ ക്രാഫിഷുകളൊക്കെ ഞാൻ ആദ്യം തന്നെ അങ്ങോട്ട് പിടിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് മെയിലുകൾ മാത്രമാണുള്ളത്. മെയിലുകളെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ക്രോസ് ആവുന്ന ഒരു പ്രശ്നമില്ല. അതുപോലെ തന്നെ നമുക്ക് ടാങ്കുകളും ഓവറായിട്ട് വേണ്ട. 2-3 വെറൈറ്റീസിൻ്റെ മെയിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു 8 പീസ് വരെയൊക്കെ ഒരുമിച്ച് ഇടാൻ പറ്റും. പക്ഷെ നന്നായിട്ട് ഒളിച്ചിരിക്കാനുള്ള ഒരു സ്പേസ് വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഇവന്മാർ നന്നായിട്ട് ഫൈറ്റ് ചെയ്യും കേട്ടോ. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നതൊക്കെ കണ്ടോ, കൈയൊക്കെ എടുത്തിട്ടുണ്ട്. അത് ഫൈറ്റ് ചെയ്തുകൊണ്ടാണ് കൈയൊക്കെ പോയിട്ടുള്ളത്. ഇതൊക്കെ വെറൈറ്റി പാറ്റേണുകൾ കാണുമ്പോൾ ഇങ്ങനെ മാറ്റിയിടുന്നതാണ് കേട്ടോ. ഓറഞ്ച് കോസ്റ്റ് ഇപ്പോൾ ഇതിൽ കൂട്ടത്തിൽ ഏറ്റവും ഭംഗിയുള്ളത് ഇവനാണ്. കൈ 2ഉം ഓറഞ്ച്, പിന്നെ മുതുകിൻ്റെ ഭാഗത്ത് കുറച്ച് ഓറഞ്ച് ഉണ്ട്, ബാക്കിയൊക്കെ വൈറ്റ്, പിന്നെ വാലിൽ ഇങ്ങനെ ഓറഞ്ചിൻ്റെ ഡോട്ട്. അപ്പോൾ അങ്ങനെ ഭംഗിയുള്ളത് കാണുമ്പോൾ മാറ്റിയിടുന്നതാണ്. കറക്റ്റായിട്ട് തായ്ലൻഡിലും വിയറ്റ്നാമിലൊക്കെ അവർ മത്സരത്തിന് കൊണ്ടുപോകുന്ന ഇതുപോലുള്ള ഐറ്റംസാണ്. നമ്മുടെ ഇന്ത്യൻ മണി നോക്കുകയാണെങ്കിൽ ഒരു പീസിന് 2000 രൂപയാണ് അവരതിനൊക്കെ വില ഈടാക്കുന്നത് കേട്ടോ. അത്രയും അവർക്ക് താല്പര്യമാണ് ഈ ഒരു പ്രിൻറ്റ് കുറഞ്ഞതിന്. നമ്മുടെ നാട്ടിൽ നേരെ തിരിച്ചാണ്, പ്രിൻറ്റ് കൂടുതലുള്ളതിനെയാണ് ആളുകൾക്ക് വേണ്ടത്. അപ്പോൾ ഇവരെ ഞാൻ ആ ടാങ്കിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ആ ടാങ്കിൻ്റെ അടിഭാഗത്തുള്ള വേസ്റ്റ് ഉൾപ്പെടെ ഒരു 20% വെള്ളം നമുക്ക് നീക്കം ചെയ്യണം. എന്നിട്ട് അതിനകത്തേക്ക് നമ്മുടെ ഗപ്പി കുഞ്ഞുങ്ങളെ ഇടണം. അതുപോലെ തന്നെ നമ്മുടെ ഗപ്പിയുടെ ഒരു പുതിയ ബ്രൂഡും കീപ്പ് ചെയ്യണം. ഇത്രയും കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. ഇത് ചെറിയ കുഞ്ഞുങ്ങളാണ് കേട്ടോ. 10 ദിവസം ആയത് 15 ദിവസം ആയതൊക്കെയാണ് ചെറിയ കുഞ്ഞുങ്ങളാണ്. ഏകദേശം ഒരു 80 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. കറക്റ്റായിട്ട് നമുക്ക് എണ്ണി നോക്കാനൊന്നും പറ്റത്തില്ലല്ലോ, ഇത്രയും ചെറുതായത് കാരണം. ഇതൊക്കെ ആ ഒരു പുതിയ വെറൈറ്റീസ് നമ്മൾ തന്നെ വികസിപ്പിച്ചിട്ടുള്ള ആ ഒരു പുതിയ വെറൈറ്റീസിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഓരോ ബാച്ച് ഇങ്ങനെ ഇറങ്ങുമ്പോഴും അതിനെ നമ്മളിങ്ങനെ മാറ്റി ഇടാറാണ് പതിവ്. ഓരോ പാരൻസിൻ്റെ കുഞ്ഞുങ്ങളെ നമ്മൾ മാറ്റിയിടും. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവർ ലൈനേജ് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ വ്യത്യസ്ത ജോഡികളുടെ കുഞ്ഞുങ്ങളെ കിട്ടണമല്ലോ, എന്നാലേ നമുക്കത് ക്ലിയർ ചെയ്ത് ഇറക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ വീണ്ടും ഇത് സ്റ്റേബിൾ അല്ലാത്തൊരു പ്രശ്നം വരും. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ പിന്നെ ഓരോ ബാച്ചിനെയും ഇങ്ങനെ മാറ്റിയിടുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ടാങ്കിലേക്കാണ് കേട്ടോ നമ്മളതിനെ ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് അത്യാവശ്യം കുഞ്ഞുങ്ങളുണ്ട്, ഒരു 19 കുഞ്ഞുങ്ങൾ ഇതിലുണ്ട്. സെയിം സാധനത്തിൻ്റെ തന്നെ കുഞ്ഞുങ്ങളാണ്. അതുപോലെ അതിൻ്റെ പാരൻസ് ഇതാ കണ്ടോ അവിടെ ഉണ്ട്, തൊട്ടടുത്തുള്ള ആ ഒരു ടാങ്കിലുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ കണ്ട പിന്നെ ഓറഞ്ച് കോസ്റ്റിൻ്റെ മെയിലുകളും അതുപോലെ തന്നെ ഗോൾഡൻ ക്രാഫിഷിൻ്റെ മെയിലുകളും ഉണ്ട്. അവരിതിലേക്ക് ഇടണം, ഈ ഒരു ടാങ്കിലേക്ക്. അതിന് വേണ്ടിയിട്ടാണ് ടാങ്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. ലൈറ്റ് അല്പം കുറവായിരിക്കും കേട്ടോ ഇതിനകത്തായതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പിടിച്ചു വെച്ച കുഞ്ഞുങ്ങൾ ഇതാണ്. ഇവരെ നമ്മൾ ഇതുപോലൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ഇതുപോലെ വെച്ച് കൊടുക്കണം. വെള്ളം 2-3
പിന്നെ സെറ്റാകാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം നമ്മൾ ഇവരെ തുറന്ന് വിടുകയുള്ളൂ. അപ്പോൾ അവരെന്തായാലും അവിടെ നിൽക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ക്രാബ് ഫിഷുകളെ കൊണ്ടുവന്നിട്ട് ഇതിനകത്തേക്ക് ഇടണം. പിന്നെ ക്രാബ് ഫിഷുകളെയും നമ്മൾ ഗപ്പീസിന് ഇടുന്ന പോലെ തന്നെ ഇടേണ്ടത്. ഇതുപോലെ പിന്നെ ആ ഒരു വെള്ളം അവർ ആദ്യം ഉണ്ടായിരുന്ന ടാങ്കിലെ വെള്ളം എടുത്തിട്ട് അതിനകത്ത് ക്രാബ് ഫിഷിനാക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ പിന്നെ കവറിനകത്തായിട്ട് വെക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. കവറിനകത്തായിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെള്ളം രണ്ടും കൂടെ സെയിം ആവും. അതേസമയം ഇതേപോലെ പാത്രങ്ങളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും കേട്ടോ. പിന്നെ അതൊരു പേരിനല്ലല്ലോ വെക്കുന്നത്, നമുക്ക് പ്രയോജനം ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. വളരെ ചെറിയ കുഞ്ഞുങ്ങളാകുമ്പോൾ സത്യത്തിൽ ഇങ്ങനെ കൊണ്ടുപോയി വിടാൻ തന്നെ പാടില്ല. ഒരു മാസമെങ്കിലും പ്രായമെത്താതെ വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ചത്തുപോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. നമ്മളതൊക്കെ നോക്കിയിട്ടാണ് അങ്ങനെ ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ക്രാബ് ഫിഷിനെ കൂടെ കൊണ്ടുവന്ന് ഇതിലേക്ക് ഇടണം. ഞാൻ നേരിട്ട് കൊണ്ടുവന്ന് ഇടാണ്. വെള്ളം ഇതുപോലെ സെയിമാകാൻ വെക്കുന്നൊന്നുമില്ല. കാരണം ഇതിൽ വല്ലാതെ ഞാൻ ചേഞ്ചൊന്നും വരുത്തിയിട്ടില്ല. ഞാൻ ആദ്യം തൊട്ട് ഇതിനകത്ത് തന്നെ ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ ഇതിൻ്റെ അടിഭാഗത്തുള്ള വേസ്റ്റ് ഒന്ന് വലിച്ചു. പിന്നെ ഈ കല്ലുകളൊക്കെ ഒന്ന് പൊട്ടാസ്യം പെർമാഗ്നേറ്റിലിട്ട് കഴുകി വെച്ച് കൊടുത്തു. അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. അതുകൊണ്ട് ക്രാബ് ഫിഷുകളെ ഞാൻ നേരിട്ട് ഇതിലേക്ക് കൊണ്ടുവന്ന് ഇടുകയാണ്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ ഇതേപോലെ വെള്ളം സെയിമാകാൻ വെക്കണം കേട്ടോ. ക്രാബ് ഫിഷ് ആണെങ്കിലും ഗപ്പി ആണെങ്കിലും ഒക്കെ വെക്കണം. അത് പുതിയത് എടുത്തതാണെങ്കിലും വെക്കണം. അതുപോലെ നിങ്ങളുടെ വീട്ടിൽ നിന്നുള്ള പിന്നെ ഒരു ടാങ്കിൽ നിന്ന് മറ്റൊരു ടാങ്കിലേക്ക് മാറ്റുകയാണെങ്കിലൊക്കെ ആ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യണം കേട്ടോ. അതായിരിക്കും ഒന്നും കൂടെ നല്ലത്. അപ്പോൾ ക്രാബ് ഫിഷുകളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഓറഞ്ച് കോസ്റ്റാണ് മെയിലുകൾ. എൻ്റെ കൈ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ആയതാട്ടോ. ഇത് കണ്ടോ, പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഉണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ നെറ്റുകളും അതുപോലെ ടാങ്കൊക്കെ അണുവിമുക്തമാക്കാൻ പറ്റുകയുള്ളൂ. പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ വളരെ ചെറിയ ബാക്ടീരിയാസ്, ഫംഗസ് പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചത്തുപോകും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഇങ്ങനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഗോൾഡൻ്റെ മെയിലാണ് കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ ഗോൾഡാണ്, പക്ഷെ പുറത്തേന്ന് കണ്ടപ്പോൾ കണ്ടോ ഒരു ഓറഞ്ച് ഷെയ്ഡായിരുന്നു. അതിനെ ഇട്ടിട്ടുണ്ട്. ഇതൊരു മെയിലാണ്. ഇതെല്ലാം മെയിലാണ്. ഇനി അത് മെയിലാണോ ഫീമെയിലാണോ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓരോന്നായിട്ട് ഇങ്ങനെ നമുക്കതിനകത്തേക്ക് ഇടാം. ഓക്കെ, ഇത് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ഓറഞ്ച് പോലെ തോന്നുന്നുണ്ട്. സംഭവം ഇത് ഗോൾഡൻ തന്നെയാണ് കേട്ടോ. പക്ഷേ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. നേരിട്ട് ഓറഞ്ചും ഗോൾഡും കണ്ടു കഴിഞ്ഞാൽ രാവും പകലുമില്ല വ്യത്യാസം ഉണ്ടാവും. ഇതിനേക്കാൾ എത്രയോ ഡാർക്കായിരിക്കും നമ്മുടെ ഓറഞ്ച് കളർ. ഇത് കുറച്ച് ലൈറ്റാണ്. പക്ഷേ നമുക്കിപ്പോൾ ഇവിടെ ഓറഞ്ച് ഇല്ലാതെ ഇതിനെ പരിചയപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ഓറഞ്ച് പോലെ ഫീൽ ചെയ്യുന്നു. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവരെല്ലാം അതിനകത്ത് ആക്കിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒട്ടും ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അത്രയും ക്ലിയർ ഇല്ലാത്തത്. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കാം. പിന്നെ അപ്പോൾ ഇവരെ ഇനി വിടാനുള്ള സമയമായിട്ടുണ്ട്. ഏകദേശം ഒരു 20 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്ക് പതിയെ ഇവരെങ്ങനെ തുറന്ന് വിടാം. ചെറിയ കുഞ്ഞുങ്ങളാണ്. ചെറിയ കുഞ്ഞുങ്ങളെങ്ങനെ മാറ്റുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 100-ന് മുകളിൽ ഒരു 100-130ഓളം കുഞ്ഞുങ്ങൾ ഈ ഒരു ടാങ്കിൽ മാത്രമായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കുറച്ചുകൂടെ കഴിയുമ്പോൾ ഏകദേശം ഒരു മാസം കൂടെയൊക്കെ ആകുമ്പോൾ, അല്ലെങ്കിൽ അതിന് മുമ്പ് പിന്നെ വേണമെങ്കിൽ അതിന് മുമ്പ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. ഒരു 60 പീസ് വെച്ചിട്ട് നമുക്ക് എന്തായാലും മാറ്റാം. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, ഇത്രയൊക്കെ ഉള്ളൂ. ഈ ഒരു പുതിയ ഐറ്റത്തിനെ ഒന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു. നമ്മുടെ ഗിരീഷ് ചേട്ടൻ്റെ ചാനലിലാണെന്ന് തോന്നുന്നുണ്ട് ഇതിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ഞാനിത് ഒരുപാട് നാളായി ഇത് ചെയ്യുന്നു. ഞാൻ ഇത്രയും നാൾ പുറത്ത് വിട്ടില്ലെന്നേ ഉള്ളൂ. എൻ്റെ കയ്യിൽ അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഏകദേശം ഒരു 100 ജോഡി വേണമെങ്കിൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ടാവും. പക്ഷേ ഞാനിപ്പോൾ സെയിൽ ചെയ്യത്തില്ല. നമുക്കൊന്നുകൂടെ അത് സ്റ്റേബിൾ ആണോ എന്ന് ഉറപ്പ് വരുത്തണം. ഇപ്പോൾ ഒരു 80% ഉള്ളൂ. അപ്പോൾ ഒരു 90% അതിൻ്റെ ഒരു സ്റ്റെബിലിറ്റി നമുക്ക് ഉറപ്പ് വരുത്തണം. എന്നിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ 1-2 പേർക്കൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അവർ നിർബന്ധം പിടിച്ചുകൊണ്ട് കൊടുത്താട്ടോ. അവർ അത് വേണം, സ്റ്റേബിൾ അല്ലെങ്കിലും പ്രശ്നമില്ല എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചുകൊണ്ട് കൊടുത്തതാണ്. വേറെ ആർക്കും കൊടുത്തിട്ടില്ല. വേറെ എല്ലാ ആളുകളോടും ഞാൻ സ്റ്റേബിൾ ആയിട്ടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അവരെ മടക്കി അയച്ചേക്കാണ്. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ട് അത് വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത് ഞാൻ ചെക്ക് ചെയ്ത കാര്യമാണ് കേട്ടോ. നിങ്ങളിടുന്ന കമൻറ്റ് ചിലതൊന്നും ഞാൻ കാണുന്നില്ല. അത് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയിട്ട് പോകുന്നുണ്ട്. അതെന്താണെന്ന് അറിയത്തില്ല. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾക്കൊന്നും നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിനുള്ളൊരു പരിഹാരം നിങ്ങൾ ഒരു തവണയും കൂടെ അൺസബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് വീണ്ടും സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.